വികസനത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് പോയി പരസ്യമായി വികസന വിഷയത്തിൽ ഒരു സംവാദത്തിന് താങ്കൾ വെല്ലുവിളി ഉയർത്തിയാണ്. ഞങ്ങളുടെ ഈ പരിപാടി നോട്ട് ദ പോയിന്റിൽ സംസാരിക്കവേ നിയമമണ്ഡലത്തിൽ താങ്കളുടെ പ്രധാന എതിരാളികളിൽ ഒരാളായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വികസന വിഷയത്തിൽ താങ്കളെ ഒരു സംവാദത്തിന്, പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയുണ്ടായി. കള്ളത്തരം പറഞ്ഞ് നമ്മൾ ജയിക്കാൻ വേണ്ടി നോക്കല്ലേ, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി നോക്കണം. അതായിരിക്കും മാന്യത. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഒരു മധ്യസ്ഥനായിട്ട് എടുത്താൽ എവിടെ വേണോ വന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയാം, അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള ഡിബേറ്റ് നടത്താം. അദ്ദേഹം പറയുന്നത് 1000 കോടിയുടെ വികസനം നിയമമണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്, പക്ഷേ അങ്ങ് പറയുന്നത് അവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ്. ഞാൻ 100% തയ്യാറാണ്. നോക്കി, ഞാൻ ഒളിച്ചോടുന്ന ആളല്ല, പിന്നെ വെറുതെ വ്യാജ വാഗ്ദാനം കൊടുത്ത് നടക്കുന്ന ആളൊന്നുമല്ല. ഈ 1000 കോടി അവിടെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ പോയി? അതും മറ്റൊരു ചോദ്യം. എവിടെയാണത് ചെലവാക്കിയത്? ഇവിടെ ഇന്നിപ്പോൾ ആശുപത്രി നോക്കൂ, ആശുപത്രിയുടെ സ്ഥിതി നോക്കൂ, അവിടെ റോഡിന്റെ സ്ഥിതി നോക്കൂ. നിയമത്തിൽ ഞാൻ കൊണ്ടുപോകാം, എന്റെ ഒപ്പം വരും. റോഡ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുടിവെള്ളം ഇല്ലാത്ത എത്രയോ വീടുകൾ ഞാൻ കാണിച്ചു തരാം. തെരുവുനായ ശല്യം ജനങ്ങൾ സഹിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്താണ് ഈ പറയുന്നത്? 5 കൊല്ലം ഞാൻ നോക്കൂ, ശിവൻകുട്ടിജി ഒരു മുതിർന്ന നേതാവാണ്, വലിയ സീനിയർ ലീഡറാണ്. അദ്ദേഹത്തിന്റെ എതിരെ പേഴ്സണലായിട്ട് എനിക്കൊന്നും പറയാനില്ല. MLA ആവാൻ ജനങ്ങൾ അവസരം തരുമ്പോൾ അത് ഒരു പ്രതിബദ്ധതയും ആത്മാർത്ഥമായി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെ അവസരം കിട്ടിയാൽ അങ്ങനെ ഞാൻ പ്രവർത്തിക്കും. ഇദ്ദേഹം ഇനി ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ വന്നിട്ട് ഓരോന്ന് പറയുന്നു. ഓക്കെ, പറയട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലാണ്.